ഹലോ എവരിവോൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ഈദ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാത്രി തന്നെ ഞാനൊരു മെഹന്തി ഡിസൈനൊക്കെ ഇങ്ങ് കണ്ടുപിടിച്ചിട്ടതാണ്. ഞാൻ ഈ ഒരു ഡിസൈൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ഓൾമോസ്റ്റ് എല്ലാ ഈദിനും ഞാൻ ഈ സെയിം ഡിസൈൻ തന്നെ ആയിരിക്കും ഇടുന്നത്. പിന്നെ രാവിലെ എണീറ്റ് നോക്കിയതാണ് എങ്ങനെയുണ്ട്, ചുമന്നിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ കളറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഞാനത് ഇട്ടിട്ടായിരിക്കും കിടന്ന് ഉറങ്ങുന്നത് രാത്രി. അപ്പോൾ അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ താഴെ കിടപ്പുണ്ടായിരിക്കും, അതൊക്കെ ഒന്ന് തൂത്ത് കളയും. പിന്നെ ഞാൻ രാവിലെ തൊട്ട് അന്വേഷിച്ചിരുന്ന ആളാണ് ഈ ആൾ. ഇന്ന് പെരുന്നാളായതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളി വരാൻ കുറച്ച് ലേറ്റായി. എവിടെയെങ്കിലുമൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നേയിരിക്കും. ആളവിടെ വെറുതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ചൊറിയാൻ പോയതാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പക്ഷേ പുള്ളിക്കാരൻ്റെ മൂഡ് ശരിയല്ലെന്ന് തോന്നുന്നു, എന്തോ ഒരു കലിപ്പ് മൂഡിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നേരം സംസാരിക്കാൻ നിന്നില്ല. അപ്പം തന്നെ തിരിച്ച് ഞാൻ കയറിപ്പോയി. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഞാനിത് കോളേജിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, ഉണങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി. പിന്നെ എത്ര വെള്ളത്തിൽ വെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉണങ്ങുമല്ലോ. അങ്ങനെ ഡ്രൈ ആയത് ഞാനിങ്ങനെ നോക്കിയതാണ്. അങ്ങനെ പിന്നെ കിച്ചണിലോട്ട് പോയപ്പോൾ അമ്മ അവിടെ പാലപ്പം ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് പാലപ്പവും അതുപോലെ തന്നെ മുട്ടക്കറിയായിരുന്നു കേട്ടോ. അപ്പം ഇത് രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ അങ്ങ് കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ വല്യത്തായും വല്യമ്മയുടെയൊക്കെ അടുത്തായിട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ രാവിലെ നേരത്തെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വെച്ചിട്ട് ഞാൻ പാലപ്പവും മുട്ടക്കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ TV കണ്ടുകൊണ്ടായിരിക്കും ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ന്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഓരോ ന്യൂസുകളൊക്കെ കണ്ടു. അങ്ങനെ കഴിച്ച് പിന്നെ പെട്ടെന്ന് പോയി ഫ്രഷായി പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഞാനും അമ്മായിയും മാത്രമേ ഉള്ളൂ. അത്ത പിന്നെ കുറച്ച് കഴിയുമ്പോൾ വരുമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ബസ്സിൽ കയറി ഇരുന്ന സമയത്താണ് അവിടെ നല്ല രീതിക്ക് സൺലൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കുകയാണ് ഇതിന് കളർ ഇങ്ങനെയുണ്ട്, കൂടിക്കൂടി വരുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ ഞാൻ നേരെ പോയത് എൻ്റെ കസിൻ്റെ വീട്ടിലേക്കായിരുന്നു. കുറേ നാളിന് ശേഷമാണ് ഞാനിപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വഴിക്കൊക്കെ എന്തോ ഒരു വ്യത്യാസം പോലെ. അവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട്, ഇനി ഇതുവളുടെ വീടല്ലേ, ഇങ്ങോട്ടാണോ വരുന്നത് എന്നൊക്കെയുള്ള ഡൗട്ടിലാണ് വന്നത്. എന്തായാലും കറക്റ്റ് സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ എനിക്ക് ഈ സ്ക്വാഷൊക്കെ കലക്കി തന്നു. ഞാനവിടെ എത്തിയപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് നിൽപ്പുണ്ട്, പക്ഷെ ഒന്ന് ഒരുങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ പോയപ്പോഴത്തേക്കിന് അവളെ ഒരുക്കി റെഡിയാക്കി ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെ അവിടെ ഒരു ന്യൂസ് പേപ്പർ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതിനകത്ത് എന്തൊക്കെയോ ചുമ്മാ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വന്ന സമയത്ത് അമ്മച്ചമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചമ്മ അടുത്ത് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നതാണ്, മുട്ടുവേദനയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും പറഞ്ഞ് ഞാനവിടെ വരച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ചെമ്പ് തുറക്കാൻ ടൈമായെന്ന് മനസ്സിലായത്. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഞാൻ വലിയതും കൂടെ ആദ്യം തുറക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. പിന്നെ കത്തിയൊക്കെ വെച്ച് കുത്തി തുറന്നാണ് ഞങ്ങൾ എടുത്തത്. അങ്ങനെ വാഴയിലേക്ക് അങ്ങോട്ട് മാറ്റിയപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ മാവ് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അത് നല്ല കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇളക്കി കളഞ്ഞിട്ട് പിന്നെ ബിരിയാണി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് അടിയിൽ നിന്നുള്ള ചിക്കനൊക്കെ എടുത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കാരണം ആ ഒരു ടൈം ആയപ്പോഴത്തേന് ഫുഡ് കഴിക്കാൻ ടൈമായല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ചെറിയ അരിയായിരുന്നു, ഞാൻ വലിയ അരിയുടെയാണെന്ന് വിചാരിച്ചത്. പക്ഷേ ചെറിയ അരി, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വലുത്ത വെക്കുന്ന ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ വട്ടം എസൻസ് ഒക്കെ ചേർക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സലാഡ് ഒക്കെ നമ്മൾ സെറ്റാക്കി എടുത്തു. അങ്ങനെ പിന്നെ കഴിക്കാനിരുന്നപ്പം പപ്പടവും അച്ചാറും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിച്ച് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഐസ്ക്രീം വെച്ചിട്ടുണ്ടെന്ന് വലിയത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫ്രീസറിൽ പോയി നോക്കിയപ്പം ഐസ്ക്രീം കിട്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പോഴാണ് ഒരാൾ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഇതാണ് എൻ്റെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് വീഡിയോ എടുത്താണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല വൈറ്റ് കളറൊക്കെ ഇട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ചെരുപ്പിട്ടുണ്ട് അവൾ നടക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ അപ്പോഴേ പറഞ്ഞ് ഇതിട്ട് കഴിഞ്ഞാൽ നീ വീഴും, സൂക്ഷിക്കണേന്ന്. സൂക്ഷ്യം പോലെ തന്നെ അവളൊന്ന് വീഴാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അവളെ കളിയാക്കിക്കൊണ്ടിരിക്കണം, ആവാത്ത പണിക്കൊക്കെ പോകണോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ അവൾ കുറേ ടോയ്സൊക്കെ വെച്ചിട്ട് അവർ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ടോയ് കണ്ടു. പക്ഷേ അത് വർക്കിംഗ് അല്ലായിരുന്നു, അതിൻ്റെ ബാറ്ററി പോയതാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവളുടെ അമ്മ അവളെ വിളിക്കുന്നത് കണ്ടത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ നോക്കിയപ്പോൾ ആരൊക്കെ എന്തൊക്കെയോ അടുക്കുന്നു ഒതുക്കുന്നു എന്തൊക്കെയോ പരിപാടികൾ. പക്ഷേ തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് അവർ രണ്ടോട് എന്തൊക്കെയോ കുറച്ച് ടോയ്സൊക്കെ എടുത്ത് നിലത്തൊക്കെ വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം അടുക്കി വെക്കാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഭയങ്കര കാര്യമായി നിന്ന് അടുക്കി പറക്കി വെക്കുകയാണ്. അതിൻ്റെ ക്ഷീണത്തിലാണെന്ന് തോന്നുന്നു. അമ്മച്ചമ്മ അടുത്ത് വന്ന് കിടപ്പുണ്ടായിരുന്നു. അവരെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്നുറങ്ങുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പിന്നെ അടുത്ത ആൾ വരുന്നത്. അവൾ ആദ്യം കമ്പനിയാവാൻ മടിച്ചെങ്കിലും പിന്നെ നല്ല കമ്പനിയായി.
ഉത്തരവാദിത്ത ബോധമുള്ള ഐഫു ചേച്ചി അവനെ വഴക്ക് പറയുന്നതാണ് നിങ്ങളീ കണ്ടത്. അത് കഴിഞ്ഞ് മൂന്നുപേരും കമ്പനി ആയപ്പോഴത്തേന് പിന്നെ ഉന്തും തള്ളും ഒക്കെ ആയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയി നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം ഐഫോൻ്റെ ഉടുപ്പ് കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെ ഉടുപ്പ് വൈറ്റ് കളറാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോൾ ഒരാളെന്നോട് റിക്വസ്റ്റ് ചെയ്തതാണ് എൻ്റെ ഈ ചായ കുടിക്കുന്ന വീഡിയോ ഒന്ന് എടുക്കുമെന്ന്. അപ്പോൾ റിക്വസ്റ്റ് ചെയ്ത ആളുടെ വീഡിയോ നമ്മൾ എന്തായാലും എടുത്ത് കാണിക്കണമല്ലോ. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എന്നാൽ ഫോട്ടോ എടുക്കാൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ ഒരുക്കി റെഡിയാക്കി ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടുപോയി. കറക്റ്റായിട്ടൊന്നും ഫോട്ടോ എടുക്കാൻ നിൽക്കാത്തതുകൊണ്ട് തന്നെ നല്ല ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും കുറേയൊക്കെ എടുത്തു. പിന്നെ എല്ലാവരും വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങളും പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.